വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് നോക്കിയാൽ കാണാം, മന്ത്ലി ഈ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നൊരു അത്യാവശ്യം മോശമില്ലാത്ത റിജക്ഷൻ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. താഴോട്ടേക്കാണോ മുകളിലേക്കാണോ എന്നുള്ളത് മന്ത്ലി ചാർട്ടിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയാൻ കഴിയില്ല. എനിവേ മന്ത്ലി ചാർട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് ഈ ഒരു ലെവലിലേക്ക് ഒരു പക്ഷേ പ്രൈസ് വരികയാണെങ്കിൽ എത്താൻ സാധ്യത കാണുന്നുണ്ട്. അതായത് മുകളിലേക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യത കാണുന്നുണ്ട്. ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ബെയറിഷ് മൊമെന്റ് ആണ് കഴിഞ്ഞ 4 മാസം തന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു മാസം ജസ്റ്റ് ഒന്നൊരു ബുള്ളിഷിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷെ ഇത് സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ തവണയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ലെവലായിരുന്നു ഈ ഒരു FEG എന്നുള്ളത്. സോ ഈ ഒരു FEGയിലേക്ക് എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ ഈ രണ്ട് ഏരിയാസ് ആണ് മന്ത്ലി ചാർട്ടിൽ ഒരു പ്രധാനമായി മൊമെന്റ് സംഭവിക്കുകയാണെങ്കിൽ മുകളിലോട്ടോ താഴോട്ടേക്കോ മൊമെന്റ് സംഭവിക്കുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഏരിയാസ്. ഇനി വീക്കിലിയിലേക്ക് പോവാം. വീക്കിലിയിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, കഴിഞ്ഞ തവണയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. കാരണം കാര്യമായിട്ട് അവിടെ നിന്നുള്ള മൂവ്മെന്റ് മുകളിലോട്ടോ താഴോട്ടേക്കോ വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു ലെവല് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ആ ലെവല് അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന സമയത്തും ഈ ഒരു ഏരിയ അതും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവല് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് റീടെസ്റ്റോ മറ്റോ വന്നിട്ടില്ല. ഈ രണ്ട് ലെവലാണ് വീക്കിലിയിൽ മാർക്ക് ചെയ്യാനുള്ളത്. പിന്നെ വീക്കിലിയുടെ ഒരു പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവ താഴെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലെവലിലേക്ക് മൾട്ടിപ്പിൾ റിജക്ഷൻസ് ഇവിടെ വരുന്ന സമയത്തൊക്കെ മൾട്ടിപ്പിൾ റിജക്ഷൻസ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു പുൾ ബാക്ക്, മുകളിലോട്ടൊരു പുൾ ബാക്ക് വരും തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വീണ്ടും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കിലിയിലേക്ക് താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന ഒരു ഏരിയ ഈ ഒരു ലെവലാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് വീക്കിലിയിൽ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിലുള്ളത്. ഇനി നമുക്ക് ഡേയിലേക്ക് പോവാം. ഡേയിലേക്ക് വരുന്ന സമയത്ത് കാണാം, ലാസ്റ്റ് നമുക്കൊരു ബ്രേക്ക് ഡൗൺ കിട്ടിയത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ടൊരു മൊമെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും റീടെസ്റ്റ്, അതായത് താഴോട്ടേക്ക് ഇറങ്ങി ഒരു നല്ലൊരു സ്ട്രോങ് ഏരിയയിൽ റീടെസ്റ്റ് തന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഇന്നലെ നോക്കിയാൽ കാണാം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് താഴ്ന്ന മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒരു ബെയറിഷ് ക്യാൻഡിൽ ആണെങ്കിൽ പോലും അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. സോ ഡേയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവല് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് ഒരുപക്ഷെ പ്രൈസ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആ ലെവല്. ഇനി അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലും കൂടി ഉണ്ട് ഡയല്. ഈ ഒരു ഏരിയയും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പൊ അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇപ്പൊ ഡേയിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ കാണാം പ്രൈസ്, അതായത് ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ നിന്ന് നല്ലൊരു ഡീപ്പ് പുൾ ബാക്ക് മുകളിലോട്ട് പോയിട്ട് വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത്
ഒരു കോർ ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. അതായത് ഈ ലെവൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ ഈ കാണുന്ന ഏരിയ ആണ്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് ഇതിൽ പിന്നെ കാര്യമായിട്ട് മാർക്ക് ചെയ്യാൻ 4 അവറിൽ കാര്യമായിട്ട് മാർക്ക് ചെയ്യാനുള്ള ലെവലുകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ 1 അവറിലാണ് ഉള്ളത്. നമുക്കൊരു 1 അവറിലേക്കും കൂടി പോയിട്ട് അനാലിസിസിലേക്ക് പോവാം. അവറിൽ വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ആദ്യത്തെ ലെവൽ ഈ കാണുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ടും പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവല് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈസ് റേഞ്ചുകളൊന്ന് മാർക്ക് ചെയ്തിടാം. താഴെ മുതലേ തന്നെ നമുക്ക് നോക്കാം. മൊബൈലിൽ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് ഈ ലെവലുകളൊക്കെ മാർക്ക് ചെയ്തിടുക. കാരണം നമുക്ക് എല്ലായ്പ്പോഴും ഈ റേഞ്ച് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് അനാലിസിസിലേക്ക് പോവാം. അനാലിസിസിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. 30 to 30 ഡേയ്സിന്റെ ഒരു ചലഞ്ച് നടത്തുന്നുണ്ട്. ഈ 30 ഡേയ്സിന്റെ ഉള്ളിൽ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഇത് നടത്തുന്നത് ലണ്ടൻ സെക്ഷനിൽ ലൈവ് ആയിട്ടാണ്, യൂട്യൂബിൽ കൂടെയാണ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റിൽ ഒരു വീഡിയോ പിൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ പോയി കാണുക. കണ്ടിട്ട് താല്പര്യമുള്ള ആളുകൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. ഒരു മിനിമം 50 ആളെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി അനാലിസിസിലേക്ക് പോവാം. 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട ലെവലിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് ഷിഫ്റ്റ് വന്നിട്ട് അടുത്തൊരു പ്രധാനപ്പെട്ട ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് ഷിഫ്റ്റ് തരുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു FEGയിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1 അവർ ചാർട്ടിൽ ഈ ഒരു ലെവല്, അതായത് ഈ കാണുന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ്. ആ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രൈസ് എത്താൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പ്രൈസ് വന്നിട്ട് ഒരു ചെറിയ റിജക്ഷൻ തരാൻ സാധ്യതയുള്ള ലെവല് അടുത്ത് ഇതാണ് കാണുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ആണ് കാണുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഈ ലെവലിലേക്ക് വന്നതിന് ശേഷം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് വന്നിരിക്കുന്ന ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു പുൾ ബാക്കും കൂടി എക്സ്പെക്ട് ചെയ്യാം. ഇത് 2 വിധത്തിൽ സംഭവിക്കാം. ഒന്നല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഏരിയ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് പുൾ ബാക്ക് വരാം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് റീടെസ്റ്റ് വന്നിട്ട് പുൾ ബാക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫസ്റ്റ് ലൈൻ, ഈ ഒരു ബ്ലൂ ലൈനിലേക്ക് ആയിരിക്കാം ആദ്യം വരുന്നത്. അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ബിൽഡ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഇപ്പം ഈ കാണുന്ന ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക. പ്രൈസ് സ്ട്രോങ് ആയിട്ട് ഒരു മൊമെന്റ് തരുന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെയായിരിക്കും പ്രൈസ് പോകാൻ സാധ്യത ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലെവല് ഈ കാണുന്നതാണ്. ഈ കാണുന്ന ലെവലിൽ നിന്നിട്ടും നോക്കിയാൽ കാണാം ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത ഏരിയയും കൂടിയാണ്. അപ്പൊ അവിടെ നിന്നിട്ടും നമുക്കൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യുകയാണ്, അതായത് ഇവിടെ നിന്ന് നല്ലൊരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഒരുപക്ഷെ അവിടെ നിന്നൊരു ഡീപ്പ് പുൾ ബാക്ക് അല്ലെങ്കിൽ വലിയൊരു വീഴ്ചയൊക്കെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സാധ്യത, അതായത് സെല്ലിംഗ് സാധ്യത നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ലോയുടെ താഴെയാണ്. ഈ ലോയുടെ താഴെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈസ് ഈ ലോയുടെ താഴെ വന്ന് ക്ലോസ് ചെയ്തിട്ട് മുകളിലോട്ടൊന്ന് പോയി പിന്നെ അവിടെ നിന്നിട്ട് വീഴണം, അല്ലെങ്കിൽ നമ്മൾ സെല്ല് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു പുൾ ബാക്ക് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീഴുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ വന്ന് ഏറെക്കുറെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റേഞ്ചുകളിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. അത് മാത്രമല്ല ലെവലുകളിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ നിർബന്ധമായും എടുക്കണം.
ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്.